എനിക്ക് ചാറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും എന്താണ് അവിടെ ട്യൂബ് ലൈറ്റാണോ ഇട്ടേക്കണത്, ഫാനാണോ ഇട്ടേക്കണത്, എ സി ആണോ ഇട്ടേക്കണത്, ആ ജാതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ മണിക്കൂറിന് 300 റുപ്യ, 400 റുപ്യ, 500 റുപ്യ, 600 റുപ്യ ആ ജാതി ഇടപാടിനോട് അതിലേറെ താല്പര്യമില്ല. കാരണം ഭാരതത്തിൽ സ്ത്രീകൾ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ വരുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം. ഞാൻ പലപ്പോഴും ഞാൻ അത്തരം സ്ത്രീകളെ കാണുമ്പോഴും ഒരുപാട് കഷ്ടപ്പാടും വേദനയും ദുരിതങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളെ ഞാൻ മറ്റുള്ള ഭംഗിയുള്ള സ്ത്രീകളെ കാണുന്ന കൂട്ടത്തിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ അത്തരം കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ഞാൻ പറയൂ, സ്ത്രീകളെ വിൽക്കാനും വാങ്ങാനും അതിന് കൂട്ടു നിൽക്കാനും എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് മനസ്സുകൊണ്ട് പറയണത്, മനസ്സുകൊണ്ടുള്ള സത്യമാണ് പറയണത്. എനിക്കങ്ങനെ നുണ പറഞ്ഞിട്ട് സ്ത്രീകളുടെ സ്നേഹം ഒരു ഔദാര്യമായിട്ട് കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ടും ഇപ്പം എനിക്കില്ല. ഞാൻ സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇനിയിപ്പോൾ പ്രേമിക്കാനും തയ്യാറാണ്, പ്രണയിക്കാനും തയ്യാറാണ്. അതൊക്കെ അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളോട് താല്പര്യം. പക്ഷെ അത് കാശിന് വിൽക്കണതും വാങ്ങണതും അത് കൂട്ടുകൊടുക്കുന്നതും എനിക്ക് താല്പര്യമില്ല. ഈ എന്ത് കാര്യമാണെങ്കിലും ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ഇടപെടുന്നത് സ്നേഹം കൊണ്ടായിരിക്കണം, പ്രേമം കൊണ്ടായിരിക്കണം, പ്രണയം കൊണ്ടായിരിക്കണം, അനുരാഗം കൊണ്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ ഇടയിൽ നോട്ട് കെട്ടുവന്ന ആണും പെണ്ണും ഒരു റോബോട്ടിന് തുല്യമായ അല്ലെങ്കിൽ ഒരു യാന്ത്രിക പ്രവർത്തനമായി മാറും ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനം. ഉള്ളു തുറന്ന് മനസ്സിൽ നിന്ന് വരണതാണ്, മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് പടരുന്നതാണ് ഈ ലൈംഗികത. അപ്പോൾ അവിടെ കഷ്ടപ്പാട് കൊണ്ടൊരു സ്ത്രീ ഒരാണിന് കാശ് കൊടുത്ത് എന്ന് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? കഷ്ടപ്പാടുകൾ കൊണ്ടും വിഷമം കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയിൽ പെട്ടിട്ടോ ഒരു സ്ത്രീ പൈസയ്ക്ക് ഒരാണിന് സ്വന്തം ശരീരം വിൽക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ആ സ്ത്രീ മനസ്സുകൊണ്ട് മരിച്ചു എന്നർത്ഥം. അത് സ്ത്രീകളെ പറ്റിയിട്ട് എനിക്ക് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ വാക്ക് പറയണത്. സ്വന്തം ശരീരം പൈസയ്ക്ക് എന്ന് വെക്കാൻ തുടങ്ങണം, അന്ന് മുതൽ ആ സ്ത്രീ മനസ്സുകൊണ്ട് മരവിച്ചിട്ടുണ്ടാവും. മരിച്ചിട്ടുണ്ടാവും. പിന്നെ ജീവനില്ലാത്ത ഒരു ശവമായിട്ടാണ് ഒരു പുരുഷൻ ആ സ്ത്രീയെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നത്, ലൈംഗിക പ്രവർത്തനം ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു വിശ്വാസം.